എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ലിവറിന് ചുരുങ്ങുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് റിപ്പോർട്ട് കിട്ടിയപ്പോൾ തൊട്ട് വളരെ പ്രയാസത്തിലായിരുന്നു. എന്നേക്കാൾ കൂടുതൽ എൻ്റെ മോനാണ് വിഷമം. അവനൊരു ദിവസം ഒരു 10-15 പ്രാവശ്യം വിളിക്കും. ഈ റിപ്പോർട്ട് ഞാൻ അവനെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു, അപ്പ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കാണ്. കാര്യം ടൈഫോയിഡ് ഡെത്തായിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. അതിൽ ഒരുപാട് പൈസ, ലക്ഷങ്ങൾ പൈസ ఖర్చాയി. അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഇനി നമുക്ക് ഒരു രക്ഷയില്ല, ദൈവത്തോട് പറയാന്നല്ലാണ്ട് വേറെ കാര്യമില്ലെന്ന് അവനോട് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് പാസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ 2 മണിക്കൂറോളം ഞങ്ങളിരുന്ന് സംസാരിച്ചു. ഞാൻ എൻ്റെ വിഷയം പറഞ്ഞില്ല. ഞാനിങ്ങനെ വീട്ടില് നാട്ടിലെ പെങ്ങളോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു 2 മണിക്കൂർ പാസ്റ്റർ വന്ന് വീട്ടിലിരുന്നിട്ട് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടെ വടക്ക് പറയുകയൊക്കെ ചെയ്തു. എൻ്റെ പിറ്റേ ദിവസം ഞാൻ പാസ്റ്റർ വിവരം പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ് ധൈര്യമായിട്ടിരുന്നു, പിടിപ്പിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്, ശക്തനാണ് അവൻ, അവനെ കൈവിടാതെ മുറുകെ പിടിച്ചാൽ സൗഖ്യം ലഭിക്കും നിശ്ചയം. വീണ്ടും ഞാൻ സ്കാൻ ചെയ്യാൻ പോട്ടെ 4 ദിവസം ഇതിന് ചെക്കപ്പിന് വേണ്ടി മാത്രം എന്നെ ഡോക്ടർമാരെ കൊണ്ട് നടക്കുകയാണ്. 4 ദിവസം പോയി. 4 ദിവസം എനിക്ക് മെഡിസിൻ ഒന്നും തരുന്നില്ല. ഞാൻ പല ദേവദാസന്മാർക്കെല്ലാം ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര ഫീലിംഗ് ആണ്. എന്താ പറയണമെന്ന് അറിയത്തില്ല. അവർക്ക് വളരെയധികം പ്രയാസമാണ് ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷം. എന്നാൽ വളരെയധികം സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്നായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. എനിക്കത് എവിടെ വിളിച്ച് പറയുവാൻ കഴിയും. ഈ നിങ്ങളുടെ എല്ലാവരുടെയും വീണ്ടും എനിക്ക് എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ചെറിയ സാക്ഷ്യത്തിനുണ്ട്. കഴിഞ്ഞ സൺഡേയില് ഞാനിവിടെ പറഞ്ഞ സാറ്റർഡേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. മൂത്രം ഒഴിക്കുമ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേന് ബ്ലഡ് പോകും. അത് ഞാൻ പറഞ്ഞത് സൺഡേ രാവിലെ ഇവിടെ വന്നപ്പോഴും, ഇവിടെ ചർച്ചിൽ വന്ന് യൂറിൻ പാസ് ചെയ്തപ്പോഴും ബ്ലഡ് പോയി. എന്നാൽ അന്ന് ആ സമയത്ത് ഇവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നു വരെ അങ്ങനെ യൂറിനിൽ ബ്ലഡ് പോകുന്നോ അസ്വസ്ഥത. ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ മകൻ USA ഒരു ഡോക്ടറിനെ റിപ്പോർട്ട് അയച്ചു. അദ്ദേഹം ഇത് കണ്ടിട്ട് പറഞ്ഞത് വളരെ സീരിയസ് ആണ്, വളരെ സീരിയസ്. എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ചെയ്യണം, പുറത്തിറങ്ങരുത്, റെസ്റ്റ് എടുക്കണം, ജോലിക്ക് പോകരുത്. ഞാൻ ഇന്നലെ അച്ഛനെ വിളിച്ചപ്പോ എവിടെ സ്ഥലം കടവ, ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്രയാവും. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പോയി അവിടെ വർക്ക് ചെയ്യുക, കടവയിൽ വർക്ക് ചെയ്തിട്ട് വരിക. രാവിലെ പോയ മനുഷ്യൻ രാത്രി ഡോക്ടർ പറഞ്ഞത് 90 കിലോമീറ്റർ ഓടുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, റെസ്റ്റ് എടുക്കണം. ഇതേ ഡോക്ടർമാർക്ക് പറയാൻ പറ്റും. പക്ഷെ എന്റെ ദൈവത്തിനതല്ല. അവൻ വിടുവിക്കുന്ന ദൈവമാണ്, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇനിയും ഒരുപാട് അത്ഭുതം ഇല്ലാതാണ്. നിങ്ങൾക്കറിയാവോ, ലിവർ ചുരുങ്ങുവാണ് പറഞ്ഞത്. ലിവർ ചുരുങ്ങുക, വേറെ ഹോപ്പില്ല, ലിവർ ചുരുങ്ങുക. ഇത് കണ്ട റിപ്പോർട്ട് എനിക്ക് വെച്ചാൽ അയച്ചു തന്നു. റിപ്പോർട്ട് എന്റെ ഉണ്ട്. ഈ റിപ്പോർട്ട് കണ്ടവരെല്ലാം പറഞ്ഞു ഒരു ഹോപ്പുമില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ആഴ്ച പോയി സ്കാൻ ചെയ്തപ്പോൾ നോർമലാ, ഒരു പ്രശ്നമില്ല, ലിവറിന്റെ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇതാ നടക്കണ്ടേ, സഭയ്ക്കകത്ത് ഇതാ നടക്കണ്ടേ. സഭ എന്ന് പറഞ്ഞാൽ ഇതാ